പ്രിയപ്പെട്ടവരെ, കോട്ടയം CMS കോളേജ് തെരഞ്ഞെടുപ്പിൽ KSUവിന് വിജയം. 15 സീറ്റുകളിൽ 14 എണ്ണത്തിലും KSU വിജയിച്ചു. 3 പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് കോളേജിൽ KSU യൂണിയൻ പിടിച്ചെടുക്കുന്നത്. സംഘർഷത്തെ തുടർന്ന് തടഞ്ഞുവെച്ച ഫലം ഇന്നാണ് പ്രഖ്യാപിച്ചത്. അഖിലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അഖിൽ, വലിയ വിജയമാണ് KSUവിന് നേടാൻ സാധിച്ചത്. 15ൽ 14 സീറ്റുകളും KSU നേടി എന്ന് പറഞ്ഞാൽ തന്നെ അതൊരു വലിയ വിജയമായി തന്നെ കണക്കാക്കാം. ഫലപ്രഖ്യാപനം എപ്പോഴാണ് വന്നത്? ഇനി ഇതിനെ തുടർന്ന് എന്തെങ്കിലും സംഘർഷത്തിനുള്ള സാധ്യതയുണ്ടോ അഖിൽ? ഡോക്ടർ അരുൺകുമാർ, ഇന്ന് രാവിലെയാണ് ഇവരുടെ വെബ്സൈറ്റിലൂടെയാണ് ഈ ഫലം പ്രഖ്യാപിച്ചത്. ഇന്നലെ തന്നെ പറഞ്ഞിരുന്നു ഇന്നലെ പ്രഖ്യാപിക്കില്ല എന്ന് പറയുകയും ചെയ്യുന്നു. വലിയ സംഘർഷം, കാരണം ഇന്നലെ ഒരു 5 മണിയോടുകൂടിയൊക്കെ ആരംഭിച്ച സംഘർഷം രാത്രി 9-10 മണിയോടുകൂടി ജില്ലാ നേതാക്കളൊക്കെ എത്തി സമയത്തിൽ എത്തിയതിനു ശേഷമാണ് തീർന്നത്. അത്രത്തോളം വലിയ മണിക്കൂറുകൾ നീണ്ട സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോയിരുന്നു എന്നുള്ളതാണ്. അതിനെ തുടർന്നാണ് ഈ ഫലം പ്രഖ്യാപിക്കാതെ തടഞ്ഞു വെക്കുകയും ചെയ്തത്. ഇന്ന് രാവിലെ ഫലം പ്രഖ്യാപിച്ചു. ഫലം പ്രഖ്യാപിച്ചതോടെ ഫസ്റ്റ് DC റപ്പ് ഒഴിച്ച് ബാക്കി എല്ലാ സീറ്റുകളിലും KSU വിജയിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഇന്നലെ ഈ ആദ്യഘട്ടം, അതായത് ആദ്യഘട്ടം വോട്ടെണ്ണി തുടങ്ങുമ്പോൾ തന്നെ ഈ KSUവിന് ഒരു മുൻതൂക്കം വന്നതോടുകൂടിയാണ് ഈ SFI പ്രകോപനത്തിലേക്ക് പോവുകയും പിന്നീട് ഇത് മാനേജ്മെന്റിന്റെ ഒത്തുകളിയാണെന്ന് ആരോപിച്ചാണ് വലിയ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോയത്. പിന്നാലെ KSU ഒരു വിഭാഗം തമ്പടിച്ചുകൂടി ക്യാമ്പസിനകത്തേക്ക് കല്ല് വലിച്ചെറിയുന്ന സാഹചര്യം ഉണ്ടായി. 7ഓളം പേർക്കാണ് ഇന്നലെ ഉണ്ടായി. ഈ സംഘർഷങ്ങളൊക്കെ തന്നെ പരിക്കേറ്റ് അത്ര വലിയ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോയിരുന്നു. ഒരു പരിധിക്കപ്പുറത്ത് പോലീസിന് പോലും നിയന്ത്രിക്കാൻ സാഹചര്യം ഉണ്ടായി. പിന്നീട് ജില്ലാ പോലീസ് മേധാവി തന്നെ സ്ഥലത്തേക്ക് എത്തേണ്ട സാഹചര്യം അടക്കം വന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. അതിനുശേഷം ഈ ജില്ലാ പോലീസ് മേധാവി അധ്യക്ഷയിൽ ചേർന്ന് പോലീസ് ഒരു താക്കീത് പോലെ, അതായത് ഇന്ന് ഫലം പ്രഖ്യാപിക്കില്ല, എല്ലാവരും പിരിഞ്ഞു പോകണമെന്ന അവസാനം ഒരു താക്കീതിന്റെ സ്വരത്തിൽ പോലീസിനെ പറയേണ്ടി വന്നു എന്നുള്ളതാണ് ഇന്നലെ ഉണ്ടായത്. ഇന്ന് അതിനെ തുടർന്നുള്ള ഇപ്പോൾ സ്വാഭാവികമായി വിജയിച്ചിരിക്കുകയാണ്. 30 വർഷത്തിന് ശേഷം, 3 പതിറ്റാണ്ടിന് ശേഷമാണ് KSU ഈ ക്യാമ്പസിൽ പിടിക്കുന്നത്. KSUവിന്റെ ഒരു കോട്ടയായിരുന്നു CMS. സ്ഥാനാർത്ഥികൾക്കെല്ലാം അഭിനന്ദനങ്ങൾ. പ്രിയപ്പെട്ടവരെ, നമുക്കിപ്പോൾ മന്ത്രി വി. ശിവൻകുട്ടി